everyone, welcome to my YouTube channel. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഈ ഓണം വ്ലോഗ് എടുക്കുന്നത് കുറച്ച് ലേറ്റ് ആയിട്ടാണ്. കാരണം ഇവിടെ ജർമ്മനിയിൽ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എല്ലാ സെലിബ്രേഷൻസും നടക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റത്തെ ഓണ സെലിബ്രേഷനാണ്. അതായത് ഈ വർഷത്തെ ഫസ്റ്റത്തെ ഓണ സെലിബ്രേഷനാണ്. എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ച് കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നടക്കുന്നത് മലയാളി ഡോയ്ഷ് ട്രഫിൻ്റെ ആ ഒരു മലയാളി സംഘടനയുടെ സ്റ്റുട്ട്ഗാർട്ടിലുള്ള ഓണ സെലിബ്രേഷനാണ്. അപ്പം ഞാൻ അതിൻ്റെ ചെറിയ ഷോർട്സ് പോലെയൊക്കെ എടുത്ത് വയ്ക്കാം. അപ്പോൾ ഞങ്ങളുടെ ഒപ്പം നിങ്ങളും കൂടെ പോന്നോളൂ. അങ്ങനെ നമ്മൾ പരിപാടി സ്ഥലത്തേക്ക് ഊബർ വിളിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സാരിയെ കൊടുത്ത് ബസ്സിൽ പോകണ്ട എന്ന് നമ്മൾ വിചാരിച്ചു. മാത്രമല്ല കുറച്ച് നാൾക്ക് മുന്നേ, അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ വരെ ചെറുതായിട്ട് എനിക്ക് കാലിനൊക്കെ പണി കിട്ടി. അതായത് ചെറുതായിട്ടൊന്ന് ഇടറിയൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പം വെറുതെ ബസ്സിനൊക്കെ പോയി ആ ഒരു റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചതാ നമ്മൾ വണ്ടി വിളിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതങ്ങനെ ഭയങ്കര ഉള്ളിലേക്കൊന്നും ആയിരുന്നില്ല, സിറ്റിയുടെ ഒക്കെ അടുത്ത് തന്നെയായിരുന്നു ഈ പരിപാടി സ്ഥലം. അപ്പോൾ നമ്മളിതാ അവിടെ എത്തി. ഇതാണ് പരിപാടി നടക്കുന്ന ആ ഒരു ഹാള്. അങ്ങനെ ചെന്ന് കയറിയപ്പോൾ തന്നെ നമ്മളുടെ പേരൊക്കെ അവിടെ ഓൾറെഡി നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു കയ്യിലിങ്ങനെ കെട്ടാനായിട്ട് ഒരു ടാഗൊക്കെ തന്നു. എനിക്കിപ്പോൾ ടാഗ് കാണുമ്പോൾ എന്തോ അംബാനിയുടെ കല്യാണമൊക്കെ ഓർമ്മ വരും, എന്താണെന്നറിയില്ല. പിന്നെ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഓണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ മെയിൻ സംഭവം തന്നെ സദ്യയാണ്. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ സദ്യയായിരുന്നു എല്ലാവരും കഴിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. നല്ല അടിപൊളി സദ്യയായിരുന്നു. പിന്നെ ദാ ഇങ്ങനെ ഒരു അടിപൊളി പൂക്കളവും ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്ത് ഭംഗിയാന്ന് നോക്കിയല്ലേ. ഇവിടെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പൂക്കളൊക്കെ കിട്ടാൻ വളരെ പാടാണ്. എന്നിട്ടും ഇവർ റോസൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നല്ല ഭംഗിയുള്ളൊരു പൂക്കളം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനൊരു ഫോട്ടോ സ്പോട്ടും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഓണപ്പരിപാടി നടന്ന ആ ഒരു സ്ഥലമൊക്കെ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇത് സ്റ്റുട്ട്ഗാർട്ട് സിറ്റി ഓഫീസിൻ്റെ അണ്ടറിൽ വരുന്നൊരു ഹാളായിരുന്നു കേട്ടോ. അവരും ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴേക്കും നമുക്ക് പ്രോഗ്രാം ചാർട്ടൊക്കെ കിട്ടി. നമുക്ക് ആദ്യം ഇൻട്രോ തന്നത് ഒരു 2 പെൺകുട്ടികളാണ്. അവർ അടിപൊളി ഇൻട്രോയാണ് തന്നത്. അത് നിങ്ങൾ കേട്ടോളൂ. ഈ പരിപാടിക്ക് ഒരുപാട് കുട്ടികളും അതേപോലെ തന്നെ ജർമ്മൻസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട് ജർമ്മനിലും അതേപോലെ തന്നെ മലയാളത്തിലും ഓണം എന്താണെന്നൊക്കെയാണ് ഇവരാദ്യം തന്നെ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോഴേക്കും ദാ നമ്മുടെ മാവേലിയും എത്തിയിട്ടോ. കിടിലം മാവേലിയായിരുന്നു കേട്ടോ. നല്ല അടിപൊളി വൈബ് മനുഷ്യനായിരുന്നു. അതേപോലെ ഈ ചെണ്ടമേളത്തിൻ്റെ സൗണ്ട് ഏതൊരു മലയാളിക്കും നൊസ്റ്റാൾജി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണല്ലേ, പ്രത്യേകിച്ച് പുറത്തൊക്കെ ജീവിക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ഈ ഒരു ജർമ്മനിയിൽ അത് കേൾക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. ചെണ്ടമേളമൊക്കെ കഴിഞ്ഞ് ഈ പരിപാടിയുടെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ബാക്കിയുള്ള കലാപരിപാടികളൊക്കെ സ്റ്റാർട്ടായി.
I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do so instinctive and so passionate. Every word I'm പരിപാടിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഉഷാറായിരുന്നില്ലേ? അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴേക്കും വൈകിട്ട് നമുക്ക് ചായയും പലഹാരങ്ങളൊക്കെ കിട്ടി. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു? സദ്യ കുഴപ്പമില്ലായിരുന്നു, നല്ലായിരുന്നു. പായസത്തിന് കുറച്ച് മധുരം ഉണ്ടായിരുന്നില്ല, പക്ഷെ ടോട്ടലി നല്ലതായിരുന്നു. അതെല്ലാവർക്കും കഴിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഓണ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങിക്കാണ്. സദ്യയൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ചായയൊക്കെ ഉണ്ടായിരുന്നു. ചായയും പഴംപൊരിയും പരിപ്പോടെ കടികളൊക്കെ ഉണ്ടായിരുന്നു. വളരെ ഹാപ്പിയായി. അടിപൊളി പരിപാടിയായിരുന്നു. അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുമായിരിക്കും. ചീസ്.